കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശയാത്രകൾക്കായി 762 കോടി രൂപ ചെലവാക്കിയെന്ന് വെളിപ്പെടുത്തി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ലോക്സഭയിൽ സമർപ്പിച്ച രേഖകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകളുടെ ചെലവും ഒപ്പമുണ്ടായിരുന്ന പ്രതിനിധി സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും വിശദീകരിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം വെള്ളിയാഴ്ച രേഖാമൂലമുള്ള മറുപടി നൽകി. 2024 വിദേശയാത്രകൾക്കുള്ള വാർഷിക ചെലവ് 100 കോടിയിലധികമായിരുന്നു. 2025 മോദി യൂറോപ്യൻ രാജ്യങ്ങൾ ആയ അമേരിക്ക, ആഫ്രിക്ക, കിഴക്കനേഷ്യ എന്നിവിടങ്ങളിൽ പര്യടനം നടത്തിയപ്പോൾ അത് 175 കോടിയിൽ കവിഞ്ഞതായി മറുപടിയിൽ പറയുന്നു. യാത്രകളിലെ ആതിഥേയത്വ ചെലവുകളുടെ ഭൂരിഭാഗവും ആതിഥേയ രാജ്യമാണ് വഹിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങൾ, ഔദ്യോഗിക പ്രതിനിധികൾ, മാധ്യമ സംഘം, മറ്റ് ലോജിസ്റ്റിക്സ് ചെലവുകൾ എന്നിവയ്ക്കാണ് സർക്കാർ കൂടുതൽ പണം ചെലവഴിക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. 2014 മെയ് മുതൽ ആവശ്യകതകളനുസരിച്ച് പ്രധാനമന്ത്രിയുടെ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളുടെ എണ്ണം 27-നും 72-നും ഇടയിലായിരുന്നു. 2025 5 രാജ്യങ്ങൾ സന്ദർശിച്ച ഒരു യാത്രയിൽ 95 അംഗങ്ങൾ ഉണ്ടായിരുന്നെന്ന് മന്ത്രാലയത്തിന്റെ മറുപടിയിൽ പറയുന്നു. യാത്രകൾക്കായി സർക്കാർ ഏറ്റവും കുറഞ്ഞ തുക ചെലവഴിച്ചത് കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിലാണെന്നും എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ ഉഭയകക്ഷി ബഹുമുഖ ഇടപെടലുകൾ കാരണം അത് വർദ്ധിച്ചെന്നും രേഖകൾ സൂചിപ്പിക്കുന്നു. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് വിദേശയാത്രകൾക്കായി വളരെ കുറച്ചു മാത്രമേ ചെലവഴിച്ചിട്ടുള്ളെന്നും മറുപടിയിലുണ്ട്. 2011 അമേരിക്കൻ യാത്രയ്ക്കായി 10.74 കോടി രൂപയും 2013 റഷ്യൻ യാത്രയ്ക്ക് 9.95 കോടി രൂപയും 2011 ഫ്രാൻസിലേക്ക് 8.33 കോടി രൂപയും 2013 ജർമ്മനിയിലേക്ക് 6.02 കോടി രൂപയും മാത്രമാണ് ചെലവഴിച്ചത്. പണപ്പെരുപ്പം, കറൻസിയിലെ ഏറ്റക്കുറച്ചിലുകൾ, സഞ്ചരിച്ച രാജ്യങ്ങളുടെ എണ്ണം, യാത്രാദൂരം, സുരക്ഷാ സജ്ജീകരണങ്ങൾ, പ്രതിനിധി സംഘത്തിന്റെ വലിപ്പം തുടങ്ങിയ ഘടകങ്ങൾ മൂലമാണ് ഇപ്പോൾ ചെലവ് വർദ്ധിച്ചതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചതോടെ കാർ നയതന്ത്രത്തിന്റെ ചർച്ചകളും വലിയ രീതിയിൽ പുറത്തു വന്നിരുന്നു. നരേന്ദ്രമോദിയെ സ്വീകരിച്ച ശേഷം ഇരുവരും ഒരേ വാഹനത്തിൽ സഞ്ചരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാർ നയതന്ത്രം ഇപ്പോൾ ലോകമെമ്പാടും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരേ കാറിലെ യാത്രകൾ അനൗപചാരിക ചർച്ചകൾക്കായി എപ്രകാരം പ്രയോജനപ്പെടുത്താമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് ഇതിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി. 2025 ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് ഡൽഹി സന്ദർശന വേളയിലാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനത്തിൽ സഞ്ചരിച്ചത്. ഇതിലൂടെ പുടിനും മോദിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢത ലോകത്തിന് മനസ്സിലാക്കാനും സഹായിച്ചു. എന്നാൽ ഈ യാത്രയ്ക്ക് ഒരു റഷ്യൻ പതിപ്പ് കൂടി ഉണ്ടായിരുന്നു. 2025 സെപ്റ്റംബറിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ചൈനയിൽ വെച്ച് പുടിനും മോദിയും ഒരേ കാറിൽ സഞ്ചരിച്ചു ചർച്ചകൾ നടത്തി. അന്ന് മോദിയുടെ വരവിനായി പുടിൻ കാറിൽ കാത്തിരിക്കുകയും ചെയ്തിരുന്നു. മോദിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഈ യാത്രയെന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണമില്ലാത്തതിനാൽ ഇതും കാർ നയതന്ത്രത്തിന്റെ ഭാഗമായി എഴുതി ചേർത്തു. കാർ നയതന്ത്രം പതിവാക്കി മോദി ശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മോർട്സ് എന്നിവരുടെ ഇന്ത്യ സന്ദർശന വേളയിലും കാർ നയതന്ത്രം തുടർന്നു. ഇരു നേതാക്കളും ആദ്യമായി ഇന്ത്യയിലെത്തിയപ്പോഴായിരുന്നു മോദിയുടെ സൗഹൃദം പങ്കിടൽ. അതേസമയം ജോർദാനിലെ സന്ദർശന വേളയിൽ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ ജോർദാൻ മ്യൂസിയത്തിലേക്ക് പ്രധാനമന്ത്രി മോദിയെ തന്റെ കാറിലൊപ്പം കൂട്ടി. ശേഷം ഇത്യോപ്യയിൽ എത്തിയപ്പോഴും പ്രധാനമന്ത്രി അബിയ് അഹമ്മദ് മോദിയുടെ നയതന്ത്രം അതേപടി ആവർത്തിച്ചു. വിമാനത്താവളത്തിൽ നേരിട്ട് സ്വീകരിച്ച കാറിൽ മോദിയെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഒടുവിൽ UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ 2 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഇന്ത്യ സന്ദർശനത്തിലും പ്രോട്ടോകോൾ മാറ്റിവെച്ച വിമാനത്താവളത്തിൽ സ്വാഗതം ചെയ്യാനെത്തിയ നരേന്ദ്രമോദി ഒരേ കാറിൽ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടിരുന്നു. ശനിയാഴ്ചയാണ് 2 ദിവസത്തെ സന്ദർശനത്തിനായി നരേന്ദ്രമോദി മലേഷ്യയിലെ ക്വാലാലംപൂരിലെത്തിയത്. ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ളത് ആഴത്തിലുള്ള സാംസ്കാരിക ബന്ധമാണെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. സന്ദർശന വേളയിൽ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.